ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള ഒരു വീഡിയോ ആണ്. 10 വഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിർമ്മിക്കാനും അതുപോലെ നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലായിരിക്കാം മേ ബി. സോ ആ റിലേഷൻഷിപ്പിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. ഏതായാലും വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് ചെറിയ കൂട്ടായ്മ ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് വാട്സപ്പ് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഗ്രീൻ ട്രൂത്ത് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പറഞ്ഞതുപോലെ നമ്മൾ സംസാരിച്ചു വന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ മികച്ചതാക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10 വഴികളാണ്. മിക്കവാറും കുറേ ആൾക്കാർ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത ലെവലിലേക്ക് കടക്കാനും, ഇനി അങ്ങനെയല്ല പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്ക് ആ വ്യക്തി എനിക്ക് അട്രാക്റ്റ് ചെയ്യണം എങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ 10 വഴികൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു ബട്ട് ബ്രേക്കപ്പിലാണിപ്പോൾ. സോ അവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന 10 വേസ് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും റീജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ബേസ്ഡ് ആയിട്ടുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു വൈബ്രേഷൻ, അവർക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും. നമുക്കറിയാം എവറിത്തിങ് ഈസ് എ വൈബ്രേഷൻ അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് എ എനർജി. സോ ആ എനർജിയോ അല്ലെങ്കിൽ വൈബ്രേഷനോ എപ്പോഴാണ് ഹയർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പ് അതിഗംഭീരമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രിസിയേഷൻസ് കൊടുക്കുമ്പോഴാണ്. യെസ്, ഫസ്റ്റ് വൺ അപ്രിസിയേഷൻ, അതായത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്. ഞാൻ പറയുന്നത് റെഗുലർ ആയിട്ടുള്ളതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതും അഭിനന്ദനങ്ങൾ പാർട്ട്ണറിനെ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ പാർട്ട്ണറിനെ അഭിനന്ദിക്കുന്നതാണ്. അവരുടെ ലൈഫിൽ ഇപ്പം പാർട്ട്ണർ ബോയിയോ അല്ലെങ്കിൽ ഗേളോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആരായിക്കോട്ടെ, അവരവരുടെ ലൈഫിൽ വരുന്ന ഓരോ എഫേർട്ടും മേ ബി അതൊരു വിജയത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അതൊരു തോൽവിയുടെ ഭാഗമായിരിക്കാം, എനിത്തിങ് ഏതോ ആയിക്കോട്ടെ. ബട്ട് അവരിടുന്ന ഈ എഫേർട്ടിന് നമ്മൾ കൊടുക്കേണ്ട ഒരു അപ്രീഷിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ അഭിനന്ദനങ്ങളുണ്ട്. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മറ്റൊരാൾക്ക് ആർക്കെങ്കിലും അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കൂടുതൽ നേടാനായിട്ട് അവർക്കൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ടാവും. സോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പോസിറ്റീവ് വൈബ്രേക്ക് വരുന്നത്. സോ ദാറ്റ് മീൻസ് അതുപോലെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഹൈ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹൈ വൈബ്രേഷൻസ് വരണം. സോ ഹൈ വൈബ്രേഷൻസ് വരണമെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ തിരിച്ചറിയണം, നമ്മുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ട അപ്രിഷിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുത്തേ മതിയാവത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പാർട്ട്ണറിന് അഭിനന്ദനങ്ങൾ അറിയിക്കാറുണ്ടോ? സോ സെക്കൻഡ് തിങ്, റൈറ്റ് ആൻഡ് ടോക്ക്. ഞാൻ പറയുന്നത് SMS അയക്കുകയോ അതൊന്നും കുറിച്ചൊന്നും അല്ല പറയണേ, എഴുതുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ റൈറ്റ് ആൻഡ് ടോക്ക് എന്ന് ഞാൻ പറയുന്നത് എഴുതുക അതോടൊപ്പം തന്നെ സംസാരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയത്, പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ലെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ലവ് ലെറ്റേഴ്സ് എന്നൊക്കെ പറയും. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റേഴ്സ് എഴുതണം. അതുപോലെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഐ കോണ്ടാക്റ്റിൽ വരുമ്പം വൈബ്രേഷൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതുപോലെ തന്നെ ടച്ച്, നമ്മൾ ഒരാളെ ടച്ച് ചെയ്യുമ്പോഴും കണ്ണിലൂടെ കാണുമ്പോഴും നമുക്ക് ഒരുപാട് തരത്തിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണ്. സോ ഒരു ചെറിയ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഒരു ഫാമിലി എടുക്കാം, ഹസ്ബൻഡ് വൈഫ് കുട്ടികളുണ്ടെങ്കിൽ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരും, പിന്നെ TV കാണും, വൈഫാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരും, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി നേരെ ഡൈനിങ് ടേബിളിൽ വരും, എന്തെങ്കിലുമൊക്കെ കഴിച്ച് നേരെ വീണ്ടും കിച്ചണിൽ പോകും, അവിടെ എല്ലാം വൃത്തിയാക്കും. ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്ന് TV കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ബാക്കി ജോലി വർക്കൗട്ട് ചെയ്ത് തീർക്കും. പിന്നെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരാരും പരസ്പരം കണ്ണുകളിൽ നോക്കാൻ പോലും ഒരു പക്ഷെ മറന്നുപോകും. നിങ്ങൾക്കറിയോ വൈബ്രേഷൻ എപ്പോൾ ക്രിയേറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റിലൂടെയും അതുപോലെ ടച്ചിലൂടെയാണ്. നമ്മളൊക്കെ ഫിസിക്കലി ആയിട്ടുള്ള അനിമൽസാണ്, ശരിയല്ലേ? ബട്ട് ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷനിലെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും വാട്സപ്പും SMS യൂസ് ചെയ്യുമ്പം
ലൈക്ക് എ റോബോട്ടിക്സ് ആയിപ്പോയി നമ്മൾ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് എക്സ്പ്രസ് ചെയ്യേണ്ട സംഭവമാണ്. ബട്ട് ഇപ്പം എല്ലാവരും സമയമില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, സ്പീക്കിംഗ്, സംസാരം, ലുക്കിംഗ്, കാണുന്നതും അതുപോലെ ടച്ചിങ്, തൊടുന്നതും, ഇതെല്ലാം വൈബ്രേഷൻ്റെ ഭാഗമാണ്. സൂചിപ്പിച്ചു, നമ്മളെല്ലാം ശാരീരികമായിട്ടുള്ള മൃഗങ്ങളാണ്. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. ഒരു കണക്ഷൻ നമ്മൾ ഏതോ സിനിമയിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടുമ്പോഴാണ് അവിടെ ലവ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നത്. സോ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഹേ യു, നിങ്ങളെല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ പാസ്റ്റ്, നിങ്ങളുടെ പഴയ കാലം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം, അതിനെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾ പറയുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ബട്ട് എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് കണ്ണ് അടച്ച് വെച്ച് നിങ്ങളോട് തന്നെ ഒന്ന് പറയുക. ദ പാസ്റ്റ്, കഴിഞ്ഞു പോയ ഒരു കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്നെ ഒരുപാട് തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്നെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എവറിത്തിങ് ഈസ് എ പാസ്റ്റ്. സോ അതിനെല്ലാം നമ്മൾ എന്തിനെ വിട്ടുകൊടുത്തേ മതിയാവും. ലെറ്റ് ഇറ്റ് ഗോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ പറയുക. എന്നിട്ട് എൻ്റെ എല്ലാ വേദനകളും അല്ലെങ്കിൽ എൻ്റെ എന്തെല്ലാം പ്രോബ്ലംസ്, എൻ്റെ ദേഷ്യമാവാം, എൻ്റെ സങ്കടമാവാം, അല്ലെങ്കിൽ എൻ്റെ സന്തോഷമാവാം, എവറിത്തിങ്, എന്നെ ഹേർട്ട് ചെയ്യുന്ന ഏത് കാര്യങ്ങളായാലും ഒരു ക്ലെൻസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ബർത്ത് എടുത്ത് അല്ലെങ്കിൽ ദീർഘമായ ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് എല്ലാം കളയണം. സോ നമുക്ക് പാസ്റ്റ് ആവശ്യമില്ല. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തേക്ക് പോകാനും അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും പാസ്റ്റ് ആവശ്യമേ ഇല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലം പോയതാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ സ്വയം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മരണത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ് നമ്മുടെ പാസ്റ്റിനെ നോക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് ശക്തമായി മുന്നോട്ട് പോവുക. ഇനി നാലാമത്തെ പോയിന്റ്, ബി വാട്ട് യു വാണ്ട് ടു റിസീവ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നിന്ന് ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്കറിയാം, ഒരു പാത്രത്തിൽ ഒരുപാട് ഓട്ടയുണ്ട് അല്ലെങ്കിൽ ഹോൾസ് ഉണ്ട്. സോ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യില്ല, നിൽക്കത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് നല്ലൊരു കണ്ടെയ്നർ അല്ല, വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പാത്രമല്ല അത്. അതുപോലെയാണ് നമ്മുടെ ലവ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരു കണ്ടെയ്നറായി മാറുക എന്നതാണ്. സോ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുക. അതേ ഉള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, ഓപ്പണായിട്ട് ഒന്നുകിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് ആണെന്നല്ലോ. ഏതായാലും അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നാടകമായിട്ടുള്ള ഒരു സ്റ്റേജ് അല്ല, അല്ലെങ്കിൽ നാടകം കളിക്കേണ്ട ഒരു സ്റ്റേജ് അല്ല ആക്ച്വലി. അതായത് നോ ഡ്രാമ സോൺ എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഈ പാഷൻ, എനർജി, നമ്മുടെ ഫയർ എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യരുത്, നാടകം കാണിക്കരുത് അല്ലെങ്കിൽ നാടകം കളിക്കരുത്. ഈ റിലേഷൻഷിപ്പിൽ ഡ്രാമ പാടില്ലെന്നാണ്. പക്ഷേ നമ്മുടെ പാർട്ട്ണർ ആരെങ്കിലും ഡ്രാമയിലാണ് അല്ലെങ്കിൽ ഒരു നാടകം കളിക്കുന്ന രീതിയിലാണ് എങ്കിൽ ബി സോഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ കാമായിട്ടിരിക്കുക. കുറച്ചുകൂടെ വ്യക്തമാക്കാം. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പം എന്തെങ്കിലും രീതിയിലും ടെൻസ്ഡോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ടെൻസ്ഡ് ആവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ടെൻസ്ഡ് ആവാം. സോ സംതിങ് എന്തെങ്കിലും ടെൻസ്ഡ് ആണെങ്കിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ഏതെങ്കിലും രീതിയിലൊരു മിസ്ബിഹേവ് ചെയ്യും. നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബിഹേവിയർ എന്ന് ചോദിക്കും. സോ അത് അക്സെപ്റ്റ് ചെയ്യുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അതായത് എനിക്ക് മനസ്സിലാവും നിങ്ങളെ. അതായത് ഇപ്പം മേ ബി അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. അത് അക്സെപ്റ്റ് ചെയ്യണം. അവിടെ നമ്മളും അതുപോലെ തന്നെ അത് കാണിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ എപ്പോഴും പറയുന്ന പോലെ എനർജി ഫ്ലോ നെഗറ്റീവിലേക്ക് പോകുമ്പം അത് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അത് വേറെ തലങ്ങളിലേക്കോ. പക്ഷെ അപ്പം തന്നെ അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയൊരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. നാളെ നിങ്ങളൊരു വലിയ കാര്യങ്ങളിൽ അടിച്ച് പിണങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. സോ ഡ്രാമ വേണ്ട. ഇനി അങ്ങനെയല്ല, ആരെങ്കിലും ഡ്രാമ കളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ബി സോഫ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം.
ഉറപ്പായിട്ടും എത്രയും വേഗം നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുമോ അത്രയും വേഗം പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഈ 6ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വേറൊന്നുമല്ല, ഡ്രീം ടുഗദർ. സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണുക, അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുക. എന്നും സങ്കടങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നും ദുരിതങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്യേണ്ടത്. ഹോപ്പ്, പ്രതീക്ഷകളും ഷെയർ ചെയ്യണം. ആ പ്രതീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. ആ പ്രതീക്ഷയിലനുസരിച്ച് നമുക്ക് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം, ഏത് രീതി ജീവിക്കണം, നമുക്ക് ഇൻ കേസ് ഇത്രത്തോളം നമുക്കൊരു ഉയർച്ച ഉണ്ടായാൽ നമ്മൾ ഏത് രീതി പരസ്പരം സംസാരിച്ച്, അതാണ് പറഞ്ഞത്, ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണുക, ഒരുമിച്ച് ജീവിക്കുക എന്നത്. ഇനി 7ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുക, അല്ലെങ്കിൽ ലഭിച്ചതായിട്ട് ഫീലോട് കൂടി ജീവിക്കുക എന്നതാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സോ മനുഷ്യരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും അവർക്ക് എന്ത് ചെയ്യില്ല, തികയത്തില്ല, അല്ലെങ്കിൽ തീരത്തില്ല. അവർ വീണ്ടും 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 പുതിയ പുതിയ കാര്യങ്ങൾ വേണം 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 എന്ന് പറയും. ഇത് മനുഷ്യരുടെ സഹജമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിപ്പെടുമെന്ന് നമുക്കറിയാം. സോ ഈ 7ാമത്തെ പോയിന്റ് തന്നെ പറയുന്നതാണ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചതായിട്ട് കാണുക എന്ന് പറയുന്നു. യു ഹാവ് ടു ജസ്റ്റ് ആക്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ എന്താണ് നമ്മൾ ഓൾറെഡി നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് രീതിയിലാണോ ലവ്, ഏത് രീതിയിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകേണ്ടത് അത് ഓൾറെഡി നിങ്ങൾ ജീവിക്കുന്നതായിട്ട് കാണുക. പിടികിട്ടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലവ്, നിങ്ങളുടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, വൈഫാവാം, ഹസ്ബൻഡ് ആവാം, ലവേഴ്സ് ആവാം, സോ എങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ആഗ്രഹമാവും, നിങ്ങളുടെ ഉള്ളിലൊരു വിഷനാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആവും. സോ എനിത്തിങ് എന്തോ ആയിക്കോട്ടെ, അതെങ്ങനെയാണ് നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടാവും. സോ ആ ചിന്ത നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചതായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് പറയുന്നത്. ഇനി 8ാമത്തെ പോയിന്റ്, ലെറ്റ് ഇറ്റ് ഫ്ലോ. അത് ഒഴുകട്ടെ, നമ്മളെ തടഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് വളരാനായിട്ട് അനുവദിക്കണം. പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണുക, ഒരുമിച്ച് ജീവിക്കുക, ഒരേപോലെ സ്നേഹിക്കുക, ലവ് ടുഗദർ. അഭിനന്ദനങ്ങൾ പരസ്പരം പറയുക, ഓരോ നേട്ടങ്ങൾ. അതായത് ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ ലവർ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് എത്തി, പ്രൊമോഷൻ കിട്ടി, അപ്രിഷ്യേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കാർ എടുത്തു, ബൈക്ക് എടുത്തു, അപ്രിഷ്യേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടോ അവരുടെ ലൈഫിൽ, അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുക. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ഈച്ച് അതർ. ഇത് പ്രശ്നം ഉണ്ടായാലും ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. അതായത് ഒരു ലവറോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഒരു പാർട്ട്ണറോ ബേസ് ചെയ്ത് വരുമ്പം നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ വിശ്വസ്തത, ബിൽഡ് ട്രസ്റ്റ് ടുഗദർ. ഒരുമിച്ച് തന്നെ നിന്നുകൊണ്ട് ആ വിശ്വസ്തത നേടിയെടുക്കുക. പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് വളരാനായിട്ട് അനുവദിക്കുക. അതിൻ്റേതായ രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കുക. ഒന്നിനെയും തടയേണ്ട ആവശ്യമില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, ഒന്നിനും പുഷ് ചെയ്യരുത്. അതായത് ഈ പറയില്ലേ, ലവിന് വേണ്ടി ബെഗ് ചെയ്യരുത്, അങ്ങനെ അതിനൊന്നും ചെയ്യരുത്. അത് അതിൻ്റെ രീതിയിൽ അങ്ങ് പൊക്കോട്ടെ. ഡോണ്ട് പുഷ് ഇറ്റ്. ഓക്കെ, അത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അവിടെ അതിൻ്റെതായ ഫ്ലോയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വലിയൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്, ബട്ട് എനിക്ക് ലഭിച്ചത് അതിനേക്കാളും ഉയരത്തിലാണ് കിട്ടിയത് എന്ന് നമ്മൾ അതിശയിക്കും. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ബി ഗ്രേറ്റ്ഫുൾ ലൈക്ക് ദാറ്റ്. എപ്പോഴാണ് നിങ്ങളെ പാർട്ട്ണറിനെ, ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വൈഫ് ആവാം, നിങ്ങളുടെ ലവർ ആവാം, എനിത്തിങ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേറ്റ്ഫുൾ. ഇത്രയും മികച്ചൊരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിച്ചതിന് ദൈവത്തിനോടും യൂണിവേഴ്സിനോടും നന്ദി പറയണം. ഈച്ച് ആൻഡ് എവറി ഡേ, ഓരോ ദിവസവും നമ്മൾ നന്ദി പറയണം. ഞാനൊരു കാര്യം പറയാം, ഇത് 100% നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ കാരണം, ഒരു ദിവസം ആ പാർട്ട്ണർ നിങ്ങളെ വിട്ടുപോകും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കാണത്തില്ല. മേ ബി അത് വൈഫാവാം, അത് ഹസ്ബൻഡ് ആവാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. സോ ബി ഗ്രേറ്റ്ഫുൾ. എപ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉള്ളത്, ആ സമയം മൊത്തവും ടോട്ടലി ഹാപ്പിനെസ്സോടു കൂടിയും നിങ്ങളുടെ ഹാർട്ട് സ്നേഹം കൊണ്ട് ഫുൾഫിൽ ചെയ്യുകയും, അതുപോലെ ഹോപ്പ് കൊണ്ട് ഫുൾഫിൽ ചെയ്യുകയും, അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി
എവറിത്തിങ്, എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെയുണ്ട്. പാർട്ട്ണറിൻ്റെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് കൂടെയുണ്ട്. ആ ഹാപ്പിനെസ് ഉള്ളപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഹാപ്പിയാണ്. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും, ബട്ട് ആ വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞൊരു 100% പറഞ്ഞ കാര്യം, എന്നെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി, രണ്ടുപേരും എന്തായാലും മിസ് ചെയ്യും. സോ ഇപ്പോൾ ഉള്ളപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. അവസാനത്തെയാണ് നമ്മുടെ 10ാമത്തെ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് 10ാമത്തെ പോയിന്റ് എന്നാൽ റൈസ് യുവർ വൈബ്. നമ്മുടെ വൈബ്രേഷൻ എത്രമാത്രം നമുക്ക് റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ പറ്റുമോ അത്രമാത്രം കൂട്ടുക എന്നതാണ്. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം സെൽഫ് ലവ്. നമ്മളെപ്പോഴും ഒരു സ്നേഹമായ കാന്തമായാൽ മാത്രമേ നമ്മളിലേക്ക് സ്നേഹം അട്രാക്റ്റ് ചെയ്യപ്പെടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. വിച്ച് മീൻസ് നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചലഞ്ച് അങ്ങ് എടുക്കുക, 7 day ചലഞ്ച്. അതായത് നമ്മൾ സ്ട്രേഞ്ചറായിട്ട് കാണുന്ന ആൾക്കാരെ ഇത് ഒരു തെറ്റിദ്ധാരണ പുറത്തെടുക്കരുത്. അതായത് അവരെ നോക്കി ഇഷ്ടമാണെന്ന് പറയും. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിലൊന്നും തെറ്റിദ്ധരിച്ചെടുക്കരുത്. ഇപ്പം നമ്മുടെ കുറേ ആൾക്കാരുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഐ ലവ് യു എന്ന് പറയുമ്പം മേ ബി വേറൊരു അർത്ഥത്തിലെടുക്കും. സോ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണോ ഒരു സ്നേഹത്തിൻ്റെ കാന്തമായി മാറുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമ്മളിലേക്കും എത്തത്തുള്ളൂ. സോ അതാണ് കറക്റ്റായിട്ട് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ സ്നേഹമായ കാന്തമായാൽ മാത്രമേ, ഒരു കാന്തം എങ്ങനെയാണ് ഇരുമ്പിനെ ആകർഷിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാന്തത്തെ ആകർഷിച്ചെടുക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ ആയിരിക്കണം നമ്മളും വേറൊരു സ്നേഹത്തെ ആകർഷിച്ചെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴാണോ നമ്മുടെ ലവ് വൈബ്രേഷൻ കൂടുന്നത്, സോ ദാറ്റ് ടൈം ആ സമയത്ത് നമ്മൾ ഒരു ലവ് സോണിലേക്ക് എത്തും. സ്നേഹത്തിൻ്റെതായ ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തും. അതുപോലെ തന്നെ നമ്മുടെ വൈബ്രേഷൻ നമുക്ക് കൂട്ടാൻ പറ്റുന്ന മറ്റു ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. എക്സസൈസ് ചെയ്താൽ നമ്മൾ വൈബ്രേഷൻ കൂടും. അതുപോലെ ഫ്രഷ് എയർ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് വൈബ്രേഷൻ കൂടും. അടുത്ത് കിടന്നുറങ്ങുന്നതും വൈബ്രേഷൻ കൂടും. പ്രാർത്ഥിക്കുന്നത് അതും വൈബ്രേഷൻ കൂടും. മെഡിറ്റേഷൻ അതും വൈബ്രേഷൻ കൂടും. അതുപോലെ പ്ലാന്റ്സ്, നമ്മുടെ മരങ്ങളുടെ ഇടയിലൊക്കെ നടക്കുക, അതുപോലെ ചെടികളുടെ ഇടയിലൊക്കെ നടക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വൈബ്രേഷൻസ് കൂട്ടും. സോ എത്രത്തോളം നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വൈബ്രേഷൻസ് കൂട്ടുക. എവറിത്തിങ് ഈസ് വൈബ്രേഷൻ അല്ലേ? എല്ലാം എനർജിയാണ്, എനർജി വൈബ്രേഷനാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.